ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മൂസ് വേൾഡ്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരുപാട് നാളായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടന്നൊരു സംഭവം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇത് വൂൾ വൈൻഡറാണ്. ക്രോഷോ ചെയ്യുന്നവർക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളാണ് ഇത്. ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. 50 ദിർഹം മീൻസ് നാട്ടിലൊരു 1000 മുകളിൽ എന്തായാലും വരും. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. നമ്മൾ ഈ ബാലൻസ് വരുന്ന ത്രെഡും കാര്യങ്ങളും എല്ലാം, ഒത്തിരി ത്രെഡൊക്കെ ബാലൻസ് വരുന്ന സമയത്ത് എല്ലാം കൂടെ കുഴഞ്ഞ് നമുക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ശരിയാക്കി എടുക്കാൻ തന്നെ ഒത്തിരി ടൈം എടുക്കും. ഇതുപോലെ ഒരു വൂൾ വൈൻഡർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ത്രെഡ് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ക്ലാമ്പ് എന്ന് പറയുന്നത് നമുക്ക് മേശമേലൊക്കെ പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു ക്ലാമ്പും കൂടെ അതിലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാനുവലായിട്ട് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മൾ തിരിക്കുന്ന സമയത്ത്, അതിൻ്റെ വീല് തിരിക്കുന്ന സമയത്ത് ആൻറ്റി ക്ലോക്കിൽ ഇങ്ങനെ ക്ലോക്ക് വേസിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വേസിലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് ചുറ്റിയെടുക്കാൻ പറ്റും. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ആ കമ്പിയുടെ മുകളിലുള്ള ആ ഹോളിലൂടെ ആദ്യം ത്രെഡ് അകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ത്രെഡ് വൈൻഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റിക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കട്ടിങ് ആയിട്ടുള്ളൊരിത് വരുന്നുണ്ട്. അതിനകത്തേക്ക് ത്രെഡ് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. അത് വെച്ചാൽ ഒത്തിരി ലൂസാവാതെ ഒത്തിരി ടെൻഷൻ ലെവലിൽ തന്നെ വൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് വേസിൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പീഡിൽ. കാരണം മാനുവലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ബാറ്ററിയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നും വേണ്ട. നമ്മൾ കൈവച്ച് തന്നെയാണ് തിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബണ്ടിലിന് എത്രത്തോളം ഒരു ഫിനിഷിംഗ് ഉണ്ടോ അത്രത്തോളം ഫിനിഷിങ്ങിൽ കിട്ടും. ഇത് നമ്മൾ നോർമലി കൈവച്ച് തിരിച്ചെടുക്കുമ്പോൾ ഒരിക്കലും ഇത്രയും ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല. നല്ല ഈസിയാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ത്രെഡുകളെല്ലാം കൂടെ കുഴഞ്ഞ് നമുക്ക് പിന്നീട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന രീതിയിലാവത്തുമില്ല. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ വൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ത്രെഡ് ജസ്റ്റിങ് ഊരിങ്ങ് എടുക്കാം. ഈ എൻഡിൽ വരുന്ന ത്രെഡ് ഇതുപോലെ ഏതെങ്കിലും ഒരു 2 ത്രെഡിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടോ ഫോൾഡ് ചെയ്തിട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു വൈൻഡർ യൂസ് ചെയ്യുന്നതിൽ പിന്നെയുള്ള ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും. സാധാരണ ഏത് ത്രെഡിലും നമ്മൾ എൻഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെ അകത്തുനിന്ന് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ ഉള്ളിൽ നിന്നായിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. കാരണം ഒരുപാട് ത്രെഡ് അഴിഞ്ഞു പോയി വൃത്തികേടാവില്ല. ബാലൻസ് വരുന്ന ത്രെഡ് ബണ്ടിൽ ലൂസ് ആവാതെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു 1000 റേറ്റിൽ